നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളം എന്ന പേര് കേട്ടാൽ തിളയ്ക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. എന്നാൽ ആ ചോര തിളയ്ക്കുവാൻ കേരളം എന്ന സംസ്ഥാനം ബാക്കി ഉണ്ടാകുമോ എന്ന ആശങ്ക ജനിപ്പിക്കുന്ന ചോദ്യമാണ് അണുബോംബിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയിൽ ജലബോംബായി സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരള സമൂഹത്തോട് ചോദിക്കുന്നത്. ഏത് നിമിഷവും പൊട്ടിവീഴാവുന്ന ഒരു വാൾ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ മലയാളിക്ക് എങ്ങനെയാണ് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നത്? ഈ ഭീതിക്ക് ഒരു അറുതി വേണ്ടേ? ഓരോ കാലവർഷവും മധ്യ കേരളത്തിനും ഹൈറേഞ്ചിന്റെയും നെഞ്ചിൽ തീ കോരിയിട്ടാണ് കടന്നു പോകുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് കേരള മണ്ണ് സാക്ഷ്യം വഹിക്കാതിരിക്കുവാനുള്ള സത്വര നടപടികളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഷെക്കീന ചർച്ച ചെയ്യുന്നു, മുല്ലപ്പെരിയാർ ഭീതി ഒഴിയുമോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, മാധ്യമപ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, മുല്ലപ്പെരിയാർ വിഷയവുമായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് റസൽ ജോയ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, നമുക്കറിയാം വീണ്ടും ഒരു കാലവർഷക്കെടുതികളിലൂടെ കേരളം കടന്നു പോവുകയാണ്. പ്രളയം ചർച്ചയാകുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ചർച്ചയാകുന്നു, പതിവ് പോലെ മുല്ലപ്പെരിയാറും ചർച്ചയാകുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ജനങ്ങൾ അവരുടെ വലിയൊരു ആശങ്കയും ഭീതിയുമാണ് പങ്കുവെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഈ ഒരു ഭീതി അനാവശ്യമായ ഭീതിയാണോ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ? അതായത് ഈ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയം അതിനോട് അത്ര തന്നെ ബന്ധപ്പെട്ട ഒന്നല്ല മുല്ലപ്പെരിയാർ എന്ന് ഞാൻ വിചാരിക്കും. ഇത് രണ്ട് വിഷയമാണ്. പ്രകൃതിക്ഷോഭം ഈ സമീപകാലത്ത് വളരെയധികം ഉണ്ടാകുന്നുണ്ട്. 2018 വലിയ പ്രളയം ഉണ്ടായി മധ്യ കേരളത്തിൽ. 2019 വടക്കൻ കേരളത്തിലുണ്ടായി. 2021 വീണ്ടും മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ ദുരന്തമുണ്ടായി എന്നുള്ള സത്യമാണ്. അത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതൊന്നും തന്നെ കാലവർഷക്കെടുതിയുടെ തുടർച്ചയായിട്ട് വന്നാൽ ശരിയായ സമയത്ത് മിഥുനമാസത്തിലോ ഒന്നും ഉണ്ടായ മഴയുടെ ഭാഗമായിട്ടില്ല. 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ തോതിൽ മഴ പെയ്യുകയും അത് ആഗോളതലത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ആഗോള താപനം ഒരു വിഷയമാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സവിശേഷമായ മറ്റൊരു വലിയ അപകടമുള്ളത് ഈ അനിയന്ത്രിതമായ പാറഖനനം, അതുകൊണ്ടുണ്ടാകുന്ന മലയിടിയൽ, മണ്ണ് ഇടിയൽ, ഉരുൾപൊട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. വനനശീകരണത്തിന്റെ, മണ്ണൊലിപ്പിന്റെ ഭാഗമായിട്ട് പണ്ട് നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാളൊക്കെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ വിഷയമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന. മുല്ലപ്പെരിയാർ മറ്റൊരു വിഷയമാണ്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം അത് തിരുവിതാംകൂറിലെ രാജഭരണവും മദ്രാസിൽ ബ്രിട്ടീഷുകാരുടെ ഭരണവും നിലനിന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു കരാർ തമിഴ്നാടുമായിട്ടുള്ള അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് തിരുവിതാംകൂറിലെ രാജഭരണവും തമ്മിൽ ഉണ്ടായി. അതിന്റെ വരുംപരായികൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെയാണ് ഒരു കരാർ ഉണ്ടാക്കിയത്. അന്ന് ഇത് വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നാലും വിചാരിച്ചില്ല. പിന്നീട് ഇതൊരു ചർച്ചാ വിഷയമായിട്ട് വരുന്നതിന് മുമ്പാണ് ഈ കരാർ പുതുക്കി കൊടുത്തത് സി അച്യുതമേനോന്റെ ഭരണകാലത്താണ്. അന്നും ഇതിന്റെ ഉള്ളറകളിലേക്ക് ശരിയായ രീതിയിൽ പോയിട്ടില്ല. അത് ഇവിടെ ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. അന്ന് ടെലിവിഷൻ ചാനലുകളില്ല, സോഷ്യൽ മീഡിയ ഇല്ല. മാത്രവുമല്ല, അന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ ഒരു കമ്പൽഷൻ കേരള ഗവൺമെന്റിന് മീതുണ്ടായിരുന്നു. അതിന്റെ ഒരു രാഷ്ട്രീയ കാരണം കൂടി ഉണ്ട്. പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം, തമിഴ്നാട്ടിൽ DMK-യുടെ ഭരണമാണ്, കരുണാനിധിയാണ് മുഖ്യമന്ത്രി. ആ ഒരു സന്ദർഭത്തിൽ ഇന്ദിരാഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ വലിയ ഒരു ഗ്രിപ്പില്ല. തമിഴ്നാട്ടിൽ ശക്തമായിട്ടിരുന്ന സംഘടനാ കോൺഗ്രസ് ആണ്, കാമരാജിന്റെ പാർട്ടി. അപ്പൊ ആ പാർട്ടിയുമായിട്ട് ഇന്ദിരാ കോൺഗ്രസിന് സഖ്യം ചെയ്യണം എന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കാൻ ഇന്ദിരാഗാന്ധി നിർബന്ധിതയായി. അങ്ങനെ 1971 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നത്. ധാരണയിൽ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്ന്, തമിഴ്നാട്ടിലെ ഒരു സീറ്റിലും നിയമസഭയിലേക്ക് ഒരു സീറ്റും കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയില്ല. അത് പൂർണ്ണമായിട്ടും തമിഴ്നാടിന് DMK-ക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. രണ്ടാമത്തേത്, MGR-ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കുക. അതുപോലെ ഒരു ഐറ്റമായിരുന്നു മുല്ലപ്പെരിയാറിന്റെ കരാർ പുതുക്കി കൊടുക്കുക. അങ്ങനെയാണ് മുല്ലപ്പെരിയാറിന്റെ കരാർ വീണ്ടും പുതുക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ ഒരു നിർബന്ധം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. കാരണം തമിഴ്നാടിനോടുള്ള താല്പര്യം അതിനേക്കാൾ DMK
രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടാനുള്ള ത്വര, ഇതാണ് അവിടെ സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ ഇത് അന്നും കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. അന്ന് പത്രങ്ങളേ ഉള്ളൂ. മാതൃഭൂമി, മലയാള മനോരമ ഈ നാട്ടിൽ ഏത് വാർത്തയും മുക്കാവുന്ന ഒരു കാലമാണ്. മനോരമ, മാതൃഭൂമി അടക്കമുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ അന്ന് കോൺഗ്രസിന്, ഇന്ദിരാഗാന്ധിക്കും കേരളത്തിലെ അന്ന് നിലവിലുണ്ടായിരുന്ന സർക്കാരിനും പിന്തുണയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല വിവരാവകാശ നിയമം പോലുള്ള സാമഗ്രികളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചോളം ശ്രീ ജയശങ്കർ നേരത്തെ അങ്ങ് പറഞ്ഞു, ഒരു വലിയൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ പന്താടിക്കൊണ്ട് ഈ ഒരു കരാർ പുതുക്കിയത്. അന്ന് മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോനായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു കരാർ പുതുക്കുന്നതിൽ പങ്കുണ്ടായിരുന്നില്ലേ? അല്ല, ഇതിന്റെ വരുംവരാകളെ കുറിച്ച് അന്ന് ശരിയായ രീതിയിലുള്ള ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പൊതുസമൂഹത്തിൽ ഒരു വിഷയവുമായിട്ടില്ല. നേരത്തെ തിരുവിതാംകൂർ ഗവൺമെന്റും മദ്രാസ് ഗവൺമെന്റും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ തമിഴ്നാട് ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിൽ പുതുക്കുന്നു എന്നതിന് ഉപരിയായിട്ട് വലിയൊരു പ്രാധാന്യം അതിന് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതൊരു ചർച്ചാ വിഷയമായില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് ചർച്ചാ വിഷയമായിരുന്നു 1979-ലാണ്. ഞാൻ പ്രിവിക്ക് കൊടുക്കുന്ന സമയത്താണ്. അന്ന് പെട്ടെന്ന് ഒരു ദിവസം മലയാള മനോരമയിൽ വലിയ ഒരു ഹെഡിങ് വരുന്നു, മുല്ലപ്പെരിയാർ അപകട സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവും. പിന്നെ മറ്റു പത്രങ്ങൾ ഏറ്റുപിടിക്കും. 79 ആണ് ഇത് സീരിയസ് ആയിട്ടൊരു വിഷയമായിട്ട് വരുന്നത്. പിന്നീട് അത് ആറിത്തണുത്ത് പോയാൽ പിന്നെ അതൊരു ചർച്ചാ വിഷയമാകുന്നില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് വരും. പിന്നെ ശ്രീ പ്രേമേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ പല വിധികൾ ഉണ്ടാകുന്നു. എല്ലാ കേസിലും കേരള ഗവൺമെന്റ് പറയുന്ന വാദഗതികൾ സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല. അഥവാ തമിഴ്നാട് പറയുന്ന എല്ലാം സുപ്രീം കോടതി അംഗീകരിക്കും. ഓക്കെ, വ്യക്തമാണ് ശ്രീ ജയശങ്കർ. അങ്ങ് അതിന്റെ ഒരു ചരിത്രം വളരെ വിശദമായും വ്യക്തമായി അങ്ങ് പങ്കുവച്ചു. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ഒരു ഭീതി ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയും ഹൈറേഞ്ച് മേഖലയിലെയും ജനങ്ങൾ പങ്കുവെക്കുന്ന ഈ ഒരു ഭീതി, ഈ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞതിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഭീതിയാണോ? അതിൽ അടിസ്ഥാനമുണ്ടോ ശ്രീ ജയശങ്കർ? സത്യം പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭീഷണിയിലാണെങ്കിൽ അതിന്റെ ദുരിതഫലം അനുഭവിക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ വീട് ആലുവയിലാണ്, ആലുവ പുഴയുടെ തീരത്താണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ അത് അടുത്ത ഘട്ടത്തിൽ പെരിയാറിന് മൊത്തത്തിൽ മുക്കും, മധ്യ കേരളത്തെ മുഴുവൻ ഒഴുക്കിക്കൊണ്ട് പോകും എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. സത്യത്തിൽ 1979 ഇതുവരെയായിട്ടും ഈ രീതിയിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഭീഷണി നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. 2011-ലാണ് ഇത് വലിയൊരു വിഷയമായിട്ട് ഉയർന്നു വന്നു. അന്ന് ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച ഉണ്ടാക്കി. നമ്മുടെ PJ ജോസഫ് ജലവിഭവ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഉറക്കമില്ലാതായി എന്ന് പറഞ്ഞു. KM മാണി, റോഷി അഗസ്റ്റിനും PJ ജോസഫും ഫ്രാൻസിസ് ജോർജും ഒക്കെ അവരാൽ കഴിയുന്ന രീതിയിൽ ഉപവാസമൊക്കെ നടത്തി. ഇടതു മുന്നണി ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ മനുഷ്യ മതിൽ സംഘടിപ്പിച്ചു. ഇതൊക്കെ ശരിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കേരള ഭരണകൂടം തന്നെ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം പണിയണം, കേരളത്തിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിൽ വാദമുഖങ്ങൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചു ഈ ദിവസങ്ങളിൽ. അല്ല, ഇതൊക്കെ കഴിയുമ്പോഴും ഇങ്ങനെയുള്ള വാദഗതികളൊക്കെ ഉന്നയിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിന് ഭീഷണി ഉണ്ടോ എന്നത് അതിനാണ് സുപ്രീം കോടതി ഒരു നിരീക്ഷണ സമിതി ഏർപ്പെടുത്തി. ജസ്റ്റിസ് ആനന്ദ് അധ്യക്ഷനായിട്ട് അതിൽ വിദഗ്ധ അംഗങ്ങളുണ്ടായിരുന്നു, ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് KT തോമസ്, തമിഴ്നാട്ടിൽ നിന്ന് AR ലക്ഷ്മൺ എന്നാണ് എന്റെ ഓർമ്മ. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഈ അണക്കെട്ട് നേരത്തെ തന്നെ ശാക്തീകരിച്ചിട്ടുള്ളതാണ്, ബലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭീഷണിയുമില്ല എന്നുള്ളതാണ്. അതേസമയത്ത് കേരളത്തിലെ ആളുകളുടെ ഭാഗത്ത് ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം ശ്രീ ജയശങ്കർ. ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ്, അങ്ങ് പല അഭിമുഖങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് നിമിഷവും ഞാനൊരു വാർത്ത പ്രതീക്ഷിക്കുകയാണ്. മുല്ലപ്പെരിയാർ തകർന്നു, 30 ലക്ഷം ജനങ്ങൾ മരിച്ചു, 10 ലക്ഷത്തോളം പേരെ കാണാതായി. ഈ ആശങ്കയുണർത്തുന്ന ഈ മുന്നറിയിപ്പ് അങ്ങ് നൽകുന്നതിന് പിന്നിലെ വസ്തുതകൾ എന്തൊക്കെയാണ് ശ്രീ റസൽ ജോയ്? ഈ ആളുകളൊക്കെ ഇവിടെ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ടല്ലോ, ഇത് ഒരു 50 കൊല്ലം മുമ്പുള്ള സയൻസിന്റെ കാര്യം ഇവര് പറയണേ. ആ സയൻസ് ഒക്കെ മാറി. ഇപ്പോ സയൻസ് ഓഫ് റിലയബിലിറ്റി ആണ് ഇപ്പൊ നിലവിലുള്ളത്. അതായത് മുല്ലപ്പെരിയാർ ഡാം പണിത കാലത്തെ സയൻസ് അല്ല ഇന്നുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മുല്ലപ്പെരിയാർ ഡാം പണിത കാലത്തെ സയൻസ് അല്ല ഉള്ളത്. 10 കൊല്ലം മുമ്പത്തെ സയൻസ് അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ള സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സയൻസ് ഓഫ് റിലയബിലിറ്റി ആണ്. നമ്മൾ എന്താണ് കാലത്തോടൊപ്പം പോകാത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും 50 വർഷത്തെ ശാസ്ത്രം പറഞ്ഞ് നടക്കുന്നത്? നമ്മൾ റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുന്നുണ്ട് ഫ്രാൻസിൽ നിന്ന്. അതിന്റെ എക്സ്പയറി ഡേറ്റ് അതിന്റെ പീരീഡ്, അത് എക്സ്പയറി ഡേറ്റ് ചെയ്യേണ്ട സമയം 5 വർഷമാണെന്ന് ഇരിക്കട്ടെ.
അതിന്റെ എക്സ്പയറി ഡേറ്റ് 5 years ആണെന്നിരിക്കട്ടെ. 5 years കഴിയുന്ന വരിയുടെ അത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എടുത്തു മാറ്റും. അതിന്റെ ഇന്നർ മെക്കാനിസംസ് ഒന്നും തകരാറിലായിട്ടുണ്ടാവില്ല. ഒരു ബെയറിങ്ങിന് പോലും കേടായിട്ടുണ്ടാവും, പെയിന്റ് പോലും ഇളകിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിന്റെ വെറി ഡേ ഓഫ് എക്സ്പയറി അത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എടുത്തു മാറ്റും. നമ്മൾ വാങ്ങുന്ന ടാങ്കുകൾ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അതിനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല, പറ്റൂല. പക്ഷെ അത് ആ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ എടുത്തു മാറ്റും. അപ്പോ അത് രാജ്യസുരക്ഷയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. രാജ്യസുരക്ഷയുടെ ഭാഗം എന്ന് പറഞ്ഞ് ഈ ടാങ്കുകളും റാഫേൽ എയർക്രാഫ്റ്റും ഒക്കെ ഇന്ത്യൻ സേനയിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരവസ്ഥയില് 50 ലക്ഷം ജനങ്ങൾ അടിയിൽ കിടക്കുന്ന 50 ലക്ഷം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ ഡാംസുകള് കാലാവധി കഴിഞ്ഞാൽ എടുത്തു മാറ്റണ്ടേ? സയൻസ് ഓഫ് റിലയബിലിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡാമിന് 40 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്ത് നന്നാക്കാൻ പറ്റും. പിന്നെ എന്താന്നാ, അത് പെയിന്റ് അടിച്ച് നന്നാക്കാൻ പറ്റും, കേബിൾ ആങ്കറിങ് നടത്തി നന്നാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെന്നാ കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തി നന്നാക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെ സയൻസാണ്. ശ്രീ റസൽ ജോയ്, ഈ മുല്ലപ്പെരിയാർ ഡാമിന് ഇതൊന്നും ഇത്രയും ബലപ്പെടുത്തൽ നടത്തിയാൽ ഒന്നും ഇത് നിലനിൽക്കത്തില്ല അല്ലെ? അതല്ലേ അങ്ങ് പറഞ്ഞു വരുന്നത്? അങ്ങനെ ഒരു കുറ്റമറ്റ സാങ്കേതിക വിദ്യ ഇല്ല. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞ് പിന്നെ അത് റിപ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊക്കെ വെറും ഒരു മൂഢസ്വർഗത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാ അതൊക്കെ. അങ്ങനെ ഒരു സയൻസ് ഇവിടെ ഇല്ല. മാത്രമല്ല ഭൂകമ്പങ്ങൾ പെരുകുന്നു. അതിനു മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യത്തെ എത്ര ലാഘവത്തോടെയാണ് ജയശങ്കർ സാർ പറയുന്നത്. അച്യുതാമേനോന്റെ കാലത്ത് പുതുക്കിപ്പെടുത്ത ഒരു കരാറ്, ആ കരാറിനെ കുറിച്ച് എന്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം ഇത്ര ലാഘവത്തോടെ പറയുന്നത് എന്താണ്? എന്റെ അഭിപ്രായത്തിൽ കേരളത്തെ കച്ചവടമാക്കിയ മൊത്തത്തിൽ വിറ്റ ഒരു കരാറാണത്. അതിന്റെ കൺസിഡറേഷൻ എന്താണ്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം തമിഴ്നാടിന്, മീൻ പിടിക്കാനുള്ള അവകാശം നമുക്ക്. അങ്ങനെ ഒരു കോൺട്രാക്ട് നിൽക്കുവോ? വാലിഡ് കൺസിഡറേഷൻ ഇല്ലാതെ? ഇപ്പൊ ജയശങ്കർ അതിന് മറുപടി പറയണം. ഒരു വാലിഡ് കൺസിഡറേഷൻ ഇല്ലാണ്ട് അങ്ങനെ ഒരു കോൺട്രാക്ട് നിൽക്കുമോ? മീൻ പിടിക്കണ അവകാശം നമുക്കും 438 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന അവകാശം അവർക്കും. കേരളത്തെ ഏറ്റവും വഞ്ചിച്ച ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ അച്യുതമേനോനെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആവശ്യത്തേക്കൊന്നും പോകുന്നില്ല, കാരണം അതൊക്കെ വേസ്റ്റ് ആണ്. അങ്ങനെയുള്ള ചർച്ചകൾ തന്നെ വേസ്റ്റ് ആണ്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഭൂകമ്പങ്ങൾ പെരുകുന്നു. 2011 റിക്ടർ സ്കെയിലിൽ 1 തൊട്ട് 2 വരെ മാഗ്നിറ്റ്യൂഡ് വരുന്ന 26 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. 2020 റിക്ടർ സ്കെയിലിൽ 2 തൊട്ട് 3 വരെ വരുന്ന 21 ഭൂകമ്പങ്ങൾ ഉണ്ടായി. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ KSB നിന്ന് മേടിച്ച് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം ഭൂകമ്പങ്ങൾ ഉണ്ടായത് 3+ ആണ്. 3.4 മാഗ്നിറ്റ്യൂഡ് ആണ് മാക്സിമം വന്നത്. ഇതിന്റെയൊക്കെ സൂചന എന്താണ്? വൻ ഭൂകമ്പങ്ങള്, പ്രകൃതിയെ, നഗരങ്ങളെ പിടിച്ചു കുലുക്കിയ വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അവിടെ പ്രകൃതി സൂചന നൽകിയിട്ടുണ്ട്. ചെറു ഭൂകമ്പങ്ങൾ, ആദ്യം ചെറു ഭൂകമ്പങ്ങളാണ് വരുന്നത്. ആ ചെറു ഭൂകമ്പങ്ങൾ സൂചനയാണ്. അതിനുശേഷമാണ് വരുന്നത് വൻ ഭൂകമ്പം. ഇത് സൂചനയായിട്ട് എടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെ ശാപമാണ് ഇങ്ങനത്തെ രാഷ്ട്രീയ നേതൃത്വം. ഈ ഭൂകമ്പങ്ങളെ കണ്ട് ഇതിന്റെ പുറകെ വൻ ഭൂകമ്പങ്ങൾ വന്ന് 50 ലക്ഷം ജനങ്ങൾ മണ്ണിന്റെ അടിയിലായി പോകും, ഈ ഡാമിന്റെ അടിയിലായി പോകും എന്ന് കരുതാനുള്ള ബോധം ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇവിടെ കേരളത്തിൽ ഇല്ലേ?
ഒരു കാര്യം കൂടി ശ്രീ റസൽ ജോയ്, നേരത്തെ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം നമുക്ക് 2014 സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് തിരിച്ചടിയായ ഒരു വിധി ഉണ്ടായത്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 142 അടിയായി നിജപ്പെടുത്തുന്നു. അതിനെ അടിസ്ഥാനമാക്കി അവർ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു ചീഫ് ജസ്റ്റിസ് AS ആനന്ദ് സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. അതിൽ പറയുന്ന ഒരു വാചകം അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ദ ഡാം ഈസ് സ്ട്രക്ചറലി, ഹൈഡ്രോളജിക്കലി ആൻഡ് സിസ്മിക്കലി സേഫ്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സുപ്രീം കോടതി ആ ഒരു വിധി പ്രസ്താവിച്ചത്. നമ്മുടെ കേരളത്തിന്റെ പ്രതിനിധിയായ ജസ്റ്റിസ് KT തോമസ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഡാം സേഫാന്ന് അവർ ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ശ്രീ റസൽ ജോയ്? ഇത് ഒരു എക്സ്പേർട്ട് പാനലാണോ? എന്തോന്നാ ഈ നാട്ടിൽ നടക്കണം? മനുഷ്യനെ നേരെ നിർത്തി പൊട്ടനാക്കുന്ന പരിപാടിയാണ് ഇവർ നടത്തുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്ത ശ്രീ AS ആനന്ദ്, അദ്ദേഹത്തിന് എന്ത് ഡാം എഞ്ചിനീയറിംഗ് അറിയാം? ജസ്റ്റിസ് KT തോമസിന് എന്ത് ഡാം എഞ്ചിനീയറിംഗ് അറിയാം? എന്റെ സുഹൃത്തും ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്ന മരിച്ചുപോയി അദ്ദേഹം ലക്ഷ്മണയ്ക്ക് എന്ത് ഡാം എഞ്ചിനീയറിംഗ് അറിയാം? ഇവരൊക്കെ നല്ല അഡ്വക്കേറ്റ്സും ജഡ്ജസും ഒക്കെയാണ്, നിയമവിശാരദന്മാരാണ്, അല്ലാതെ എഞ്ചിനീയറിംഗിന്റെ ABCD അറിയാവുന്നവരല്ല. പിന്നെ ആ എക്സ്പേർട്ട് പാനൽ ആരാണ്? 1 മിസ്റ്റർ തട്ട് ആൻഡ് 1 മിസ്റ്റർ മേത്ത. തട്ടെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനും മേത്ത അതിലൊരു മെമ്പറുമായിരുന്നു. അവര് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഡാം എഞ്ചിനീയറിംഗ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സീസ്മോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയറിംഗ് വേണം. വേറെയും ശാസ്ത്ര ശാഖകളുടെ ഒരു സമന്വയമാണ് ഡാം എഞ്ചിനീയറിംഗ്. ഇവര് ഈ തട്ടയും ഈ മേത്തയും ജീവിതത്തിൽ ഒരു കാലത്തും ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ഡീകമ്മീഷൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത്തരം ഇവര് തന്ത്രപൂർവ്വമാണ് കേരളവും തമിഴ്നാടും കൂടി ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വെച്ച് ഡാം സേഫ് ആണെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ഹൈഡ്രോളജിക്കലി ഈ സ്ട്രക്ചറലി ഒക്കെ സേഫ് ആണെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് ഒരു റിപ്പോർട്ട് വെച്ച് സുപ്രീം കോടതിക്ക് പ്രവർത്തിക്കാൻ പറ്റാണ്ടാക്കി കൊടുത്തു. ഓക്കെ, ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ റസൽ ജോയ്, ശ്രീ T ദേവപ്രസാദ്, അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. നേരത്തെ നമ്മുടെ 2 അതിഥികളും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് 2 വഞ്ചനകളാണ് കേരളത്തിന് നേരിടേണ്ടി വന്നത്. ഒന്ന് 1970 ഈ ഒരു വഞ്ചന നിറഞ്ഞ കരാർ നമ്മുടെ ഭരണകൂടം പുതുക്കി. 2 നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ജസ്റ്റിസ് KT തോമസ്, മലയാളിയെ ജസ്റ്റിസ് KT തോമസ് ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഡാം സേഫാന്നുള്ളൊരു റിപ്പോർട്ട് നൽകുന്നു. സുപ്രീം കോടതിയിൽ കേരളത്തിന് തിരിച്ചടിയായ ഒരു വിധി വരുന്നു. ഇതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു ശ്രീ T ദേവപ്രസാദ്? അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു തുടങ്ങിയതുപോലെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ബ്രിട്ടീഷ് ഭരണം അടിച്ചേൽപ്പിച്ചതാണ്. അത് അന്നത്തെ മഹാരാജാവ് അതിൽ ഒപ്പിട്ടത് ഹൃദയവേദനയോടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ 1970 അച്യുതമേനോന്റെ ഒരു നിസ്സഹായതയെ കുറിച്ചാണ്. പക്ഷേ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞ് വാദിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അച്യുതമേനോൻ അത്ര ഒരു ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ താല്പര്യം അറിയാതെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം അച്യുതമേനോന്റെ ഭരണകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അച്യുതമേനോനെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ പിന്നില് നടന്നത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു സംഭവം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനെ സംബന്ധിച്ച് നമുക്കിപ്പോ കൂടുതലായി രേഖകൾ എന്താ, ഇവിടെ തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞു കേൾക്കുന്ന പല കഥകളുണ്ട്. ജയശങ്കറിനും അതൊക്കെ അറിയാമായിരിക്കും. CPIക്ക് അതിൽ നിന്ന് പലതും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അതിനെനിക്ക് പ്രൂഫ് ചെയ്യാൻ എന്റെ കാര്യങ്ങളില്ല. പക്ഷെ അച്യുതമേനോനെ പോലെ ദീർഘദൃഷ്ടിയുള്ള, അച്യുതമേനോനെ പോലെ ആഴത്തിൽ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇത്തരം ഒരു തീരുമാനത്തിന് മുതിർന്നതിന് പിന്നിൽ ഏതായാലും വിശ്വസനീയമായ ഒരു ന്യായമല്ല ജയശങ്കർ പറഞ്ഞത്. ഇത് മാത്രമല്ല, 1980 സെൻട്രൽ വാട്ടർ കമ്മീഷൻ തോമസിന്റെ നേതൃത്വത്തിൽ പുതിയ ഡാം പണിയാൻ തീരുമാനിച്ചതാണ്. 3 നിർദ്ദേശങ്ങളാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ മുല്ലപ്പെരിയാറിന് വേണ്ടി കൊടുത്തത്. അതിലൊന്ന് പുതിയ ഡാം പണിയണമെന്നാണ്. ആ ഡാം പണിയണമെന്നുള്ള നിർദ്ദേശം അതിന് ചില പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അപ്പൊ അത് വന്യജീവി സങ്കേതത്തിലാണ് പുതിയ ഡാമിന്റെ സൈറ്റ് ഇരിക്കുന്നത്. അതിന് വനംവകുപ്പിന്റെ അനുവാദം വേണമെന്നൊക്കെ പറഞ്ഞു. തമിഴ്നാട് എപ്പോഴും വിജയിക്കുകയാണ്. തമിഴ്നാട് അവർക്ക് വേണ്ട ന്യായീകരണം. നിങ്ങൾക്ക് ഈ എന്നോടുകൂടി ഇരുന്ന് സംസാരിക്കുന്ന 2 പേർക്ക് അറിയാവുന്ന ഒരു സത്യമുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്ന് പോലും, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തമിഴ്നാടിന് വേണ്ടി ഫയലുകൾ ചോർന്ന ഒരു വ്യക്തിയെ, ആരാന്ന് പോലും അറിയത്തില്ലാത്ത ഒരു വ്യക്തിയെ പിടികൂടിയ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ ഇവിടെ തോൽക്കുന്ന ഒരു ജനതയായി മാറിയിരിക്കുകയാണ്.
ഇവിടെ ഈ പറഞ്ഞതുപോലെ ജയശങ്കർ എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ന്യായീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ ന്യായീകരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 126 വർഷം പിന്നിട്ട് ഒരു ഡാം, റസൽ ജോയി പറഞ്ഞതുപോലെ 50 മുതൽ 100 വർഷം വരെ ഒരു ഡാമിനാണ് ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതൊന്നും ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്, വിദഗ്ധനല്ല. പക്ഷെ 126 വർഷം പഴക്കമായ ഒരു ഡാം ഇനിയും നിലനിൽക്കുമെന്ന് എങ്ങനെ വിശ്വസിച്ച് പറയാൻ പറ്റും? ആലുവയിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹത്തിന് പേടിയില്ല എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് കേരളത്തിൽ ഹൈറേഞ്ചിന്റെ മാത്രം പ്രശ്നമല്ല. ഇതിങ്ങനെ ഒഴുകി വന്നാൽ ഇങ്ങ് പെരിയാർ വരെ 2011 ഡിസംബർ മാസം 8-ാം തീയതി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു അദ്ദേഹം സൂചിപ്പിച്ച ഒരു അറബിക്കടൽ മുതൽ മുല്ലപ്പെരിയാർ വരെ ഒരു മനുഷ്യബദലുണ്ടായിരുന്നു. അച്യുതാനന്ദനാണ് അറബിക്കടലിന്റെ തീരത്ത് നിന്നത്. പിണറായി അവിടെ എസ് രാജേന്ദ്രന്റെ സമരപ്പന്തലിലായിരുന്നു. എസ് രാജേന്ദ്രന്റെ സമരപ്പന്തലില് CPI-യുടെ നേതാവ് ബിനോയ് വിശ്വം എനിക്ക് ബഹുമാനമുള്ള ഒരു നേതാവ്, അച്യുതാനന്ദനെ പോലെ തന്നെ CPI-യുടെ കാര്യങ്ങൾ പഠിക്കുന്ന, പരിസ്ഥിതിയോടൊക്കെ താല്പര്യമുള്ളവർ. അദ്ദേഹമൊക്കെ അതിൽ ഈ ഡാമിന് സുരക്ഷയില്ല എന്ന് പറയണമെങ്കിൽ അതിന് ഗൗരവതരമായ കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. ഞാൻ വീണ്ടും 80-ലേക്ക് വരാം. 80-ല് ഈ ഡാം പണിയാനായിട്ട് അനുവാദം കൊടുത്തിട്ട് അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള ഗവൺമെന്റ് സാധിച്ചില്ല. കേരള ഗവൺമെന്റിനെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്തർ സംസ്ഥാന ജലത വിഷയം ബാലകൃഷ്ണപിള്ളയുടെ കയ്യിലായിരുന്നു. കേരള കോൺഗ്രസ് അദ്ദേഹം ഏത് ഗ്രൂപ്പാണെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ സൗകര്യപൂർവ്വം അത് അങ്ങോട്ട് വിസ്മരിച്ചു. ഈ ജയശങ്കർ പറഞ്ഞതുപോലെ ഗൗരവമായി എടുത്തില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടായില്ല എന്നൊക്കെ അവൾ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഇത് അറിയാൻ മേലാത്തത് കൊണ്ടല്ല, നമ്മെ അപകടത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളത് റസൽ ജോയിയേക്കാൾ കൂടുതലായി അറിയാവുന്നവരാണ് തിരുവനന്തപുരത്ത് ഈ അധികാരികളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്, ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ഭീതിയുടെ കാര്യം അതിന്റെ നിർമ്മാണ സാമഗ്രികളാണ്. അത് ഈ റസൽ ജോയ് ചൂണ്ടിക്കാണിച്ച പോലെ പഴയ കാലത്തെ സംഭവമാണ്. സുർക്കിയും കുമ്മായവും കൂടെ ഉപയോഗിച്ചുണ്ടാക്കിയ ഡാമാണ്. അതിന് ഒത്തിരി കാലം നിൽക്കുമെന്നൊക്കെ വെറുതെ ഇരുന്ന് പറയുകയാണ്. നമുക്കറിയത്തില്ല അതിന്റെ അതിന്റെ ശക്തിയെ കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. അതൊരു ആർക്കൈക് ഫോം ഓഫ് ഇതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സുരക്ഷയെ കുറിച്ച് സംശയമുണ്ട്. മൂന്നാമത് വരുന്ന ഭൂകമ്പങ്ങളാണ്. ഭൂകമ്പങ്ങളെ കുറിച്ച് റസൽ ജോയ് പറഞ്ഞതിനേക്കാൾ ഭീകരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. അതായത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള വിവരം 1988 ജൂൺ മാസം 7-ാം തീയതി 4.5 റിക്ടർ സ്കെയിലുള്ള ഒരു ഭൂകമ്പം നെടുങ്കണ്ടത്തും കല്ലാറിലും ഉണ്ടായി. 30 കിലോമീറ്റർ ഉള്ള ഈ മുല്ലപ്പെരിയാറിൽ നിന്ന്. അവിടെ 2009 റൂർക്കി IIT പഠിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 6.5 റിക്ടർ സ്കെയിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായ ഇത് ഈ ഡാം തകർന്നു പോകുന്നതാണ്. അതൊക്കെ നമ്മുടെ ഒരു ഇനിയിപ്പോ നമ്മളൊരു പുതിയ ഡാം പണിതാലും തകരുമോ ധൈര്യമല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും വലിയ അപകട സാധ്യതയുണ്ട്. പിന്നെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് 1979 ഈ പ്രശ്നം വന്നത്? 79 മോർവി ഡാം തകർന്നു. മോർവി ഡാം തകർന്ന് ഏതാണ്ട് 15,000-ഓളം പേര് ഒഴുകിപ്പോയി. അപ്പൊ അങ്ങനെ അന്ന് 79 ഒരു പ്രശ്നം. നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഒരു ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ ചർച്ച ചെയ്യും, പിന്നെ നമ്മൾ മിണ്ടത്തില്ല. തമിഴ്നാട് അവരുടെ കാര്യം കൊണ്ട് പോകും. സുപ്രീം കോടതിയില്, ഈ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില്, കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഓഫീസുകളില് ഒക്കെ അവർക്ക് അതിന് സ്പേഡ് വർക്ക് ചെയ്യാൻ ആളുണ്ട്. ഈ പറയുന്ന മുങ്ങിപ്പോവെന്ന് പറഞ്ഞ് ജയശങ്കർ അടക്കമുള്ളവർക്ക് ഇതിനൊന്നും പൈസ കൊടുക്കാനോ പുറകെ നടക്കാനുള്ള ശേഷിയില്ലാത്ത ഒരവസ്ഥയുണ്ട്. ഒരു കാര്യം കൂടി ഇതിനകത്ത് എനിക്ക് ചൂണ്ടിക്കാൻ, ഇപ്പൊ ഇതെന്താ ഇത്ര ഒരു വലിയ വിഷയമായി വന്നിരിക്കുന്നത്, UN യൂണിവേഴ്സിറ്റി തിങ്ക് ടാങ്ക് റിപ്പോർട്ട് 2021 പബ്ലിഷ് ചെയ്ത തിങ്ക് ടാങ്ക് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു 100 വർഷം കഴിഞ്ഞിരിക്കുന്ന അണക്കെട്ടുകൾ അപകടങ്ങളാണ്, ഡീകമ്മീഷൻ ചെയ്യണം. ഇന്ന് നമ്മൾ ഇതിലൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ ഇതൊരു നിഷ്പക്ഷ ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം ഈ UN റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ ആ റിപ്പോർട്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇത് വീണ്ടും ഒരു വലിയ ഈ റസൽ ജോയുടെ കേസ് സുപ്രീം കോടതി കിടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിച്ച ജഡ്ജിമാരുണ്ടല്ലോ, അവർ രണ്ടുപേരും രണ്ട് ഗവൺമെന്റിനോടും താക്കീത് ചെയ്തിട്ടുണ്ട്, ഇത് ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ഇപ്പൊ ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഡാം പൊട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആർക്കാണ്? പക്ഷെ ഘടകങ്ങളെല്ലാം ഈ ഭൂകമ്പങ്ങൾ, പിന്നെ മൂന്നാമത് പറഞ്ഞ തുടർച്ചയായ മഴ, ജയശങ്കർ പറഞ്ഞ ന്യായമാണ്. ഈ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന കാരണങ്ങളാണ്, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് മഴ ഉണ്ടായത്. പക്ഷെ ഈ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതൊരു ഫാക്റ്റാണ്. വെള്ളം ഇപ്പൊ നമ്മൾ പണ്ട് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്, ഇനി അഥവാ ആരോ പറഞ്ഞത്, അന്നത്തെ ചിന്തകന്മാർ പറഞ്ഞതാണ്, ഇനി അഥവാ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മൾ ഇടുക്കി താങ്ങിക്കോളുമെന്നാ. താങ്ങിയല്ല, ഇടുക്കിയെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റിയാൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇടുക്കി നമ്മൾ പൊക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു വല്ലാത്ത ദുരന്ത മുഖത്താണ്. പിന്നെ നമ്മുടെ ഇത് പൊട്ടിക്കഴിഞ്ഞതിനെ കുറിച്ച് പറയാൻ നമ്മൾ ആരും കാണിയല്ലോ. പക്ഷെ തിരുവനന്തപുരത്തായതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് വേണേൽ പറയായിരിക്കും. അല്ലാതെ ഈ പിന്നെ ആൾക്കാർ പറയുന്നതാ, പിന്നെ പിണറായിയെ കുറിച്ച് പറയുന്നതാ, കണ്ണൂരായതുകൊണ്ട് തിരുവനന്തപുരത്തായാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പൊ അതല്ല പ്രശ്നം ഇവിടെ. 2011 ഈ ഡിസംബർ മാസം 8-ാം തീയതി കേരളത്തിലെ അത്രയും 208 കിലോമീറ്റർ നീളം വലിയ മനുഷ്യമതിൽ നിർമ്മിച്ച് അവർ പറഞ്ഞതാണ് ഇത് വലിയ അപകടമാണ്. എന്നിട്ട് ഇപ്പൊ നിയമസഭ പറയാണ് ഇങ്ങനെ പറയുന്നവർക്കെതിരെ നടപടി എടുക്കും. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക?
ഇതിനകത്ത് സത്യസന്ധമായിട്ട് ഞാൻ കണ്ടത് അച്യുതമേനോനാണ്, അല്ല സോറി VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ജലസേചന മന്ത്രിയായിരുന്ന നമ്മുടെ പ്രേമചന്ദ്രൻ, അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായി ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയത് അന്ന് ജസ്റ്റിസ് KT തോമസിനെ ഈ കമ്മീഷന് വെച്ചതാണ്. അത് തെറ്റിപ്പോയെന്ന് മനസ്സിലായത് റിപ്പോർട്ട് വന്നപ്പോഴാണ്. KT തോമസ് കേരളത്തിന്റെ വാദം പറഞ്ഞില്ല എന്നുള്ള ഒരു നിലപാട്. കാരണം എനിക്ക് അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആളിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു എന്നെ പോലെ ഒരാൾ പറയുന്നത് ശരിയാണ്. പക്ഷെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, അദ്ദേഹത്തിന് കേരളത്തിന്റെ കാര്യം പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ജോലി ചോദിച്ച പോലെ ഈ ഡാമിന്റെ സുരക്ഷയെ കുറിച്ച് ഈ ജഡ്ജും അവരെ എക്സ്പെർട്ടിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അവരുടെ ഹോംവർക്കുകളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഇവരിങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യം. ഏതായാലും ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ഡാം പണിത് 152 അടി പിന്നെ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയായിരുന്നു. 152 അടിയായിരുന്നു വെള്ളം. വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 142 ആയി. ഇപ്പൊ 136 ഇന്നിപ്പം സുപ്രീം കോടതി എന്താ പറഞ്ഞെന്ന് ഇന്നത്തെ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതിക്ക് ആശങ്കയുണ്ട്. കേരള ഗവൺമെന്റ് നിയമസഭയിൽ എന്തൊക്കെ പറഞ്ഞാലും കേരള ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 30 ലക്ഷം ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, ഇത് പുതിയ ഡാം വേണമെന്നുള്ളതാണ്. പക്ഷെ പുതിയ ഡാം പണിയാൻ നമുക്ക് കിട്ടിയ അവസരം അല്ലെങ്കിൽ അതുപോലും കേരളം നശിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ദയനീയമായ സ്ഥിതി. തിരിച്ചു വരാം. ശ്രീ ജയശങ്കർ, നേരത്തെ ശ്രീ ദേവപ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് പലപ്പോഴും തുടർച്ചയായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന കേസുകളാണെങ്കിൽ പോലും ഈ ജലനിരപ്പ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലാണ് ഇപ്പോൾ വാദമുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങളായ ഡീകമ്മീഷനിങ് ഓഫ് ഡാം അല്ലെങ്കിൽ പുതിയ ഡാമിന്റെ ഒരു കൺസ്ട്രക്ഷൻ, അതും തമിഴ്നാടിന്റെ താല്പര്യങ്ങളെ മുഴുവൻ മാനിച്ചുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ, അതെന്തുകൊണ്ട് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല? അത്തരം വാദമുഖങ്ങൾ വരുമ്പോൾ കേരളം എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു? ശ്രീ ജയശങ്കർ. അല്ല, ഇതിനും ഈ പറഞ്ഞ പോലെ പല പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് തമിഴ്നാട് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഏത് മാർഗവും സ്വീകരിക്കും, യാതൊരു സംശയമില്ല. ഇപ്പൊ പണ്ട് ഒരു പാലക്കാട് റെയിൽവേ ഡിവിഷൻ രണ്ടായിട്ട് നമ്മൾ നോക്കിയാൽ മതി. പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നതിനെതിരെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രമേയം പാസ്സാക്കി. പക്ഷേ പാലക്കാട് ഡിവിഷൻ ഇവിടെ തന്നെ ഈ പ്രമേയം പാസ്സാക്കിയ പാർട്ടികളുടെ അഖിലേന്ത്യാ നേതൃത്വം, CPIയുടെ CPMന്റെ അടക്കം, കേരള കോൺഗ്രസിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അഖിലേന്ത്യയുണ്ട്. ബാക്കിയല്ല, കോൺഗ്രസിന്റെ അടക്കം, കോൺഗ്രസ്, BJP, CPM, CPI അടക്കം എല്ലാവരും അഖിലേന്ത്യാ നേതൃത്വം തമിഴ്നാട് നേതൃത്വത്തിന്റെ ഒപ്പം നിന്നത്. കാരണം അങ്ങനെയാണ് ഈ പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചത്. ചെറിയൊരു പാലക്കാട് ഡിവിഷന്റെ കാര്യം മുതൽക്ക് ഏത് കാര്യത്തിൽ നോക്കിയാലും തമിഴ്നാട്ടിന് കേരളത്തെക്കാളും ജനസംഖ്യയിൽ കൂടുതലുണ്ട്. മാത്രമല്ല അവര് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് എതിരെ ഒരിക്കലും നിൽക്കുന്നവർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരായതുകൊണ്ട്, ഇവിടെ എല്ലാം ദേശീയ പാർട്ടികളായതുകൊണ്ട് കൂടി സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പ്രാദേശിക പാർട്ടികൾ, ഇവിടെ ദേശീയ പാർട്ടികൾ. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം ഏത് കാലത്തും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു വിഷയമാണ്. രണ്ടാമത് ഇവിടെ ശ്രീ ദേവപ്രകാശ് ചൂണ്ടിക്കാണിച്ച പോലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയൽ എടുത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഈ വിവാദം കത്തിയുന്ന കാലത്ത് പുറത്തു പോകുന്നൊരു കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തെ 3 പ്രധാന പത്രപ്രവർത്തകർക്ക് തമിഴ്നാട് സർക്കാർ നല്ല തോതിൽ ധനസഹായം ചെയ്തു. കാരണം മുല്ലപ്പെരിയാറിന് അനുകൂലമായ വാർത്തകൾ അല്ലെങ്കിൽ എതിരായ വാർത്തകൾ പരമാവധി വരാതിരിക്കാൻ വേണ്ടി എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അവർക്ക് 3 പേരുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൂടെ പറയണമെന്നും. 3 പ്രധാന പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഓരോ ലേഖകന്മാർ സാമ്പത്തിക സൗകര്യം. ഇത് മാത്രമല്ല, കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് ചില പ്രാദേശിക പാർട്ടികളുടെ നേതാക്കന്മാർക്ക് തേനിയിലും കമ്പത്തും ഒക്കെ ഏക്കർ കണക്കിന് വസ്തുവകകളുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. വിഭവ വകുപ്പ് കാലാകാലങ്ങളിൽ ഭരിച്ചിരുന്നവരാരൊക്കെയാണെന്ന് ആലോചിച്ചാൽ മതി. അതൊരു കാര്യം. പിന്നെ പ്രേമേന്ദ്രൻ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത് കേരള ഗവൺമെന്റിന്റേതായ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ട് ഈ സുപ്രീം കോടതിയുടെ അതുവരെ ഉണ്ടായിരുന്ന വിധികളൊക്കെ മറികടക്കാൻ ശ്രമമാണ്. അത് ഭരണഘടനാപരമായിട്ട് നിലനിൽക്കില്ല എന്നുള്ള കാര്യം അന്ന് തന്നെ വ്യക്തമായിരുന്നു. പക്ഷെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുകയും എല്ലാ വേദികളിലും ഈ വിഷയം വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. പല വേദികളിലും അദ്ദേഹത്തിനൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതിനുവേണ്ടി ശക്തമായി നിന്ന ആളാണ് അദ്ദേഹം. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2006 മുതൽക്ക് 2011 വരെയാണ് അദ്ദേഹം മന്ത്രിയായിരുന്നത്. 2011 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റപ്പോൾ ഈ തമിഴ്നാട്ടിലെ പല ഭാഗത്തും ആളുകൾ പടക്കം പൊട്ടിക്കുകയും കമ്പിത്തിരി പൂത്തിരിയൊക്കെ മേടിച്ച് കത്തിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഇദ്ദേഹം തമിഴ്നാട്ടിന്റെ ഒരു വലിയ വിരോധിയായിട്ടാണ് അവർ കണക്കാക്കിയത്. നമ്മള് അദ്ദേഹത്തെ ആ രീതിയിൽ മനസ്സിലാക്കുകയോ അദ്ദേഹത്തെ ആ രീതിയിൽ ആദരിക്കുകയോ ആ രീതിയിൽ അദ്ദേഹത്തെ വിലമതിക്കുകയോ ചെയ്തില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ തമിഴ്നാടിന് അറിയാം ആരെ എവിടെ തോൽക്കണം എന്ന്.
ആര് ജയിക്കണമെന്നും അവരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കണമെന്നും ഇത് നമുക്കറിയില്ല. അതൊരു പോരായ്മയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കി. പക്ഷെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ആജ്ഞാശക്തിക്ക് മുമ്പിൽ തിരുവിതാംകൂറിന് പിടിച്ചേക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അംഗീകരിക്കും. ഇന്ദിരാഗാന്ധിയുടെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ കേരള ഗവൺമെന്റ് പിടിച്ചേക്കാൻ പറ്റുമായിരുന്നില്ല. പ്രത്യേകിച്ചും അവരുടെ പാർട്ടിയും കൂടി ഉൾപ്പെട്ട ഒരു മുന്നണിയാണ് ഇവിടെ ഭരിച്ചിരുന്നു എന്ന കാരണത്താൽ. മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ കേരളവും തമിഴ്നാടും തുല്യ നിലയിലുള്ള ശക്തികളല്ല. നമുക്ക് അവരുടെ അത്ര ബാർഗൈനിങ് പവർ ഇല്ല. അതും യാഥാർത്ഥ്യമാണ്. നമുക്ക് ആ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പോകാനാണ്. ഇവിടെ ഫെഡറൽ ഗവൺമെന്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരവും തുല്യ അവകാശവും അല്ല. ചില സംസ്ഥാനങ്ങൾ കൂടുതൽ സംഖ്യാബലമുള്ളവരാണ്. അവർ കൂടുതൽ വൈകാരികമായിട്ട് ഈ വിഷയങ്ങളെ ആളിക്കത്തിക്കാൻ കഴിവുള്ളവരാണ്. പ്രാദേശിക വികാരം വളരെ പെട്ടെന്ന് ആളിക്കത്തിക്കാൻ കഴിവുള്ളവരാണ്. ഇപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമയത്ത് ഇംഗ്ലീഷിന്റെ സ്ഥാനത്ത് ഹിന്ദി കൂട്ടുക തീരുമാനിച്ചപ്പോൾ എന്തു വലിയ കലാപം ഉണ്ടായിരുന്നില്ലേ? വലിയ കലാപം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. 65 കാലത്ത് ഹിന്ദി ഒഴികൈ തമിഴ് വാഴുകൈ ഒരു മുദ്രാവാക്യം കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ DMK-ക്ക് സാധിക്കും. അത്രയും വൈകാരികമായിട്ട് ആളുകളെ ഇളക്കാനും ആളി കത്തിക്കാനും കഴിവുള്ളവരാണ്. പണ്ട് ഈ മുല്ലപ്പെരിയാർ തന്നെ നിൽക്കുമ്പോൾ 2011 കേരള ഗവൺമെന്റ് ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചപ്പോൾ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും മലയാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. മലയാളികൾക്ക് വഴിയിലിറങ്ങി എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി തമിഴ്നാട്ടിൽ. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഒക്കെ അവരുടെ ആവശ്യമുള്ള സമയത്ത് അവർ ഏത് തരത്തിലുള്ള സ്വാധീനവും സമ്മർദ്ദവും ചെലുത്തും. അതിൽ ആരും സംശയമില്ല. പിന്നെ ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നൊക്കെ പറയാൻ എളുപ്പമാണെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? തമിഴ്നാട്ടിലെ 6 ജില്ലകൾ ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് ജലസേചനം നടത്തുന്നത്. അങ്ങനെയാണ് ഫലഭൂയിഷ്ടമായിട്ടുള്ള അവിടെ കൃഷി നിലനിൽക്കുന്നത്. ഇതുകൊണ്ടാണ്. ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് മറ്റൊരു ഡാം പണിയുക എന്ന് വെച്ചാൽ എത്ര കോടി രൂപയുടെ ഏർപ്പാടാണ്. ഇവിടെ വിഷം മേടിക്കാൻ കാശില്ലാതെ നിൽക്കുന്ന സർക്കാർ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അത്തരം പണജൽ ഇതൊക്കെ പ്രായോഗികമായിട്ടുള്ള പല ഘടകങ്ങളും ഇതിനകത്ത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സുപ്രീം കോടതി നമുക്ക് 100% എതിരായിട്ട് നിൽക്കുന്നു. അതിൽ പെട്ടെന്നൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇപ്പൊ പ്രായോഗികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് ഈ ജലനിരപ്പ് ഒരു 135 അടിയിലോ 136 അടിയിലോ നിർത്താൻ പറ്റുമോ എന്ന് ആലോചിക്കാം. അതല്ലാതെ കൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നടപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സുപ്രീം കോടതി പോയാൽ പോലും തമിഴ്നാടിന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം കേരളത്തിന് സാധിക്കില്ല. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇപ്പൊ കൂടുതൽ പറഞ്ഞാൽ വലിയ കുഴപ്പത്തിലേക്ക് പോകും. അതൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഓക്കെ ശ്രീ റിസൽ ജോയ്, ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഡീകമ്മീഷനിങ് ഓഫ് ഡാം അല്ലെങ്കിൽ പുതിയ ഡാമിന്റെ ഒരു ക്രിയേഷൻ അത് കോടികൾ ചെലവ് വരും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയല്ലേ ജനങ്ങളുടെ ഒരു ജീവൻ? ഈ ഡീകമ്മീഷനിങ് അല്ലെങ്കിൽ പുതിയ ഡാമിന്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെ നമുക്ക് പ്രായോഗികമായി ഇത്രയും വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കും? ശ്രീ റിസൽ ജോയ്. കേരള സർക്കാർ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ മുഴുവൻ പൈസ എടുത്ത് ഡാം ഉണ്ടാക്കിക്കോളാം. പിന്നെന്താ പ്രശ്നം? ഇപ്പോഴാണെങ്കിൽ ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കുന്ന തരത്തില് ഒരു ഡാം നിർമ്മിക്കുന്നതിന് ശാസ്ത്രം സജ്ജമാണ്. ഇവിടത്തെ ഈ സയന്റിസ്റ്റുകളൊന്നും പോരാ. ഇവിടത്തെ ഈ സിവിൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ഡാം പണിയിക്കാനും പറ്റൂല. അതിനൊക്കെ എക്സ്പെർട്ട് ഡാം എഞ്ചിനീയേഴ്സ് ഉണ്ട് അണ്ടർ ദ സയൻസ് ഓഫ് റിലയബിലിറ്റി. അവര് വരട്ടെ, അവർ നിമിഷ നേരം കൊണ്ട് ഡാം ഉണ്ടാക്കിക്കൊണ്ട് പോകും. ഒരു ഭൂകമ്പം ഉണ്ടായാൽ പോലും അവിടെ വീഴാത്ത തരത്തിലുള്ള ഡാംസ് ഉണ്ടാക്കാൻ അവർക്കറിയാം. പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. അത് കേരള സർക്കാർ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഇവിടെ പ്രശ്നം? ഇപ്പൊ ഈ ചർച്ച മുഴുവനും ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ജലം കയറ്റണോ ഇറക്കണോ? ഇങ്ങനെ ഒരു ചർച്ച ചെയ്യാനുള്ള സമയം ഇവിടെ ഉണ്ടാ. ശ്രീ രസജോയ്, ഒരു കാര്യം കൂടി, തമിഴ്നാടിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ നമുക്ക് ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നമ്മള് അങ്ങേ അറ്റത്തെത്തി. ഇനി നമുക്ക് തമിഴ്നാടിനോട് ബാർഗൈൻ ചെയ്യാൻ പറ്റില്ല. അവര് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റ് ഒരു പഠനം നടത്തിയിട്ടുണ്ട് പ്രമുഖരായ ശാസ്ത്രജ്ഞരെ വെച്ചിട്ട്. അവര് കണ്ടെത്തിയത് എന്താണ്? നമ്മൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ 6 മേഖലകളായി തിരിച്ചതില്, അവര് തിരിച്ചതാണ് 6 മേഖലകളായി തിരിച്ചതില് അതീവ ഭൂകമ്പ സാധ്യതയുള്ള 3ാം സോണിലേക്ക് വന്നിരിക്കുകയാണ്. സീസ്മിക് സോണിങ് നടത്തിയതിലും അതീവ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള 3ാം സോണിലേക്കാണ് കേരളം എടുത്ത് ജമ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പം 1ാം സ്ഥാനത്തുണ്ടായ സ്ഥലമാണ് ലത്തൂര്, മഹാരാഷ്ട്രയിലെ ലത്തൂര്. അവിടെ 1ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒട്ടും ഭൂകമ്പ സാധ്യത ഇല്ല. അവിടെ റിക്ടർ സ്കെയിലിൽ മാക്സിമം മാഗ്നിറ്റ്യൂഡ് വരാവുന്ന ഭൂകമ്പം 4 വരെ മാത്രമാണ്. അവിടെയാണ് 6.3.
റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് കാണിച്ച ഭൂകമ്പം ഉണ്ടായത്. അപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താവും? ലത്തൂരിനേക്കാളും 3 ഇരട്ടി ഭൂകമ്പ സാധ്യതയുള്ള കേരളത്തിന്റെ അവസ്ഥ എന്താവും? കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ചെന്നൈ കടലിൽ 5.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. അത് കടലിലായതുകൊണ്ട് ചെന്നൈ നഗരം രക്ഷപ്പെട്ടു. പക്ഷെ കരയിൽ വലിയ തോതിലുള്ള പ്രകമ്പനം ഉണ്ടായി. ഭൂമിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ചെന്നൈ ദൂരത്തൊന്നുമല്ല. നമ്മുടെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു എന്ന് വിചാരിച്ചാൽ മതി. ആ 5.1 ഭൂകമ്പം ഈ മുല്ലപ്പെരിയാർ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ചർച്ച ചെയ്യേണ്ടി വരൂലായിരുന്നു. കമ്പത്ത് നിന്ന് മുല്ലപ്പെരിയാർ വഴി ഒരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് ഒരു വോയിഡ്, ഒരു പതോൾസ്, എന്താ പറയാ, ഒരു പൊത്തിന്റെ മേലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. കൊടൈക്കനാൽ തേക്കടി ഭ്രംശമേഖല എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് കേവലം 16 കിലോമീറ്റർ ദൂരം മാത്രമാണെന്ന് ഞെട്ടലോടെ നമ്മൾ മനസ്സിലാക്കണം. മുല്ലപ്പെരിയാർ സെന്റർ ചെയ്തുകൊണ്ട് 300 കിലോമീറ്റർ റേഡിയസിൽ 22 എപ്പി സെന്റേഴ്സ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ആവശ്യമില്ലാണ്ട് ഡാംസ് പണിത് വെച്ചിരിക്കുക. എന്തിനാണ് ഈ ഡാംസ് പണിത് വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 84 ഡാംസ് പണിത് വെച്ച് ജലം കെട്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ആകെപ്പാടെ കിട്ടുന്നത് 22% ഇലക്ട്രിസിറ്റിയാണ്. ബാക്കി 78% അന്യായ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങാണ്. 6336 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ റസൽ ജോയ്, അങ്ങ് ഡാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ വാദമുഖങ്ങളെ എതിർക്കുന്നവർ ഉയർത്തുന്ന ഒരു വാദം, ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് അത് തടഞ്ഞു നിർത്താൻ സാധിക്കും. അവർ ഈ ഇടുക്കി ഡാമിനും മുല്ലപ്പെരിയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വണ്ടിപ്പെരിയാർ, ഉപ്പുതറ പോലുള്ള ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരുടെ ജീവൻ അവർ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഈ വാദമുഖത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇടുക്കി ഡാമിന് ഈ വരുന്ന വെള്ളത്തെ, ഏകദേശം 15 TMCയോളം വരുന്ന വെള്ളത്തെ ഈ ഇടുക്കി ഡാമിന് തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? തടഞ്ഞു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന ഒരു ഭീകര അപകടം എന്തായിരിക്കും ശ്രീ റസൽ ജോയ്? ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ജസ്റ്റിസ് ശ്രീ KT തോമസ് ആണ്. അത് വളരെ ക്രൂരമായി പോയ ഒരു അഭിപ്രായമാണെന്ന് എനിക്കുണ്ട്. 1 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവർ ഒഴുകിപ്പോട്ടെ എന്ന് പറഞ്ഞാല് എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ കഴിയും? ഒരു മനുഷ്യന്റെ ജീവന് പകരമായിട്ട് ഈ ലോകം തന്നെ കൊടുക്കാന്ന് പറഞ്ഞാലും പറ്റുമോ? അപ്പോ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി താങ്ങിക്കോളും എന്ന് പറയുന്നതിൽ തന്നെ വലിയ വഞ്ചനയും ക്രൂരതയും ഉണ്ട്. പിന്നെ ഇടുക്കി എങ്ങനെ താങ്ങാനാണ്? ഇടുക്കി എന്ന് പറയുന്നത് 65 സ്ക്വയർ കിലോമീറ്റർ റിസർവോയർ ഏരിയ ഉണ്ട്. അവിടെ ആ റിസർവോയർ ഏരിയയിലെ വെള്ളം ക്യാരി ചെയ്യുന്നത് 3 ഡാംസ് കൂടിയാണ്: ഇടുക്കി, കുളമാവ്, ചെറുതോണി. ഈ ചെറുതോണി ഡാമും കുളമാവ് ഡാമും ലോകത്തിലെ തന്നെ വീക്കസ്റ്റ് ഡാമായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ ആർച്ച് ഡാമിനെ കണ്ടുകൊണ്ടാണ് വലിയ ശക്തി എന്ന് പറയുന്നത്. ഇത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഒഴുകി വന്നാല് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുമ്പോൾ ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിന്റെ 180 ടൈംസ് പ്രഹരശേഷി ഉണ്ടെന്നാണ് ഒരു പഠനം പറയുന്നത്. പല പഠനങ്ങളും പറയുന്നുണ്ട്, ഒന്നൊന്നുമല്ല. അതിപ്പോ ഒരു 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ 1 പ്രഹരശേഷിയോടെ വരുന്ന ഈ വെള്ളം ഈ 48 വർഷം പഴക്കമുള്ള ഇടുക്കി ഡാം താങ്ങും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റണില്ല. എങ്കിലും ഒരു വാദത്തിന് വേണ്ടി, ഞാൻ സൗകര്യത്തിന് വേണ്ടി അതാണ് വിശ്വസിക്കാണ്. അങ്ങനെ വരുമ്പോൾ അതിശക്തമായിട്ട് ഈ ഇടുക്കി ആർച്ച് ഡാമിന്റെ ഭിത്തികളിൽ തന്ന് അടിക്കുന്ന വെള്ളം ഒരു ഈക്വൽ റിയാക്ഷൻ അവിടെ ഉണ്ടാവില്ലേ? എത്ര ഫോഴ്സിലാണോ ഈ ഇടുക്കി ഡാമിലേക്ക് വന്ന് അടിക്കുന്നത് അത്രയും റിവേഴ്സ് ഫോഴ്സ് വരത്തില്ലേ? ഇത് കുളമാവ് ഡാമിനെയും ചെറുതോണി ഡാമിനും താങ്ങാൻ പറ്റും. കുളമാവ് ഡാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ഭുതമാണ്, ഇങ്ങനെയൊക്കെ ഡാം പണിത് വെക്കുക എന്നുള്ള ഒരു അത്ഭുതമാണ് എനിക്കുള്ളത്. കുളമാവ് ഡാമിന്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് ഒരു 50 മീറ്റർ നീളമുള്ള ഒരു മണ്ണിന്റെ മേലെ ടാർ ചെയ്ത ഒരു റോഡാണ്.
ഈ മണ്ണിന്റെ ആഴം തന്നെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 40 അടി ആഴത്തിൽ വെറും മണ്ണ് മാത്രമേ ഉള്ളൂ, കല്ല് പോലും ഇല്ല. അപ്പൊ 40 അടി ആഴത്തിൽ മണ്ണ് മാത്രമേ ഉള്ള ഒരു മൺതിട്ട ഈ ഒരു പ്രകമ്പനത്തിൽ തള്ളിപ്പോകില്ല എന്ന് പറയണ സയൻസ് എന്താണാവോ? ഏത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? മനുഷ്യന്റെ ബുദ്ധിക്കോ കോമൺ സെൻസിനോ പറ്റുമോ? അങ്ങനെ വരുമ്പോ ഈ കുളമാവ് ഡാം അങ്ങ് തള്ളും, ഒരു സംശയവും ഇല്ല അതിന്റെ അകത്ത്. കുളമാവ് ഡാം അങ്ങോട്ട് തള്ളിപ്പോയി കഴിഞ്ഞാൽ തൊടുപുഴക്കാര് എന്താന്ന് പോലും മനസ്സിലാകുന്നതിന് മുമ്പ് പൊയ്ക്കോളും. അവിടെ 70 TMC വെള്ളമുണ്ട്. മുല്ലപ്പെരിയാറിൽ 15 TMC വെള്ളമുണ്ട്. 85 TMC വെള്ളം അതിശക്തിയോടെ തൊടുപുഴയിലേക്ക് വീണാലുള്ള സ്ഥിതി എന്താണ്? താഴെയുള്ള അതേ സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന എല്ലാ ഡാംസും തകർത്തില്ലേ? മുകളിലുള്ള ഡാം എത്ര ശക്തി കുറഞ്ഞാൽ, മുകളിലുള്ള ഡാം പൊട്ടിയാൽ താഴെയുള്ള ഡാം എത്ര ശക്തി ഉണ്ടെങ്കിലും തകരുമെന്നൊരു പഠന റിപ്പോർട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇപ്പൊ അത് പറയാം, അത് പഠന റിപ്പോർട്ടൊന്നും വേണ്ട. 1975 ബാങ്കിയാവോ ഡാം പൊട്ടിക്കഴിച്ചപ്പോ അതിന്റെ മുമ്പിൽ 61 ഡാംസ് ഉണ്ടായിരുന്നു. എല്ലാം നാലപ്പടക്കം പോലെ പൊട്ടിയത് നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോ താഴെയുള്ള ഡാംസ് പൊട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ വരുമ്പോ ഒരു 100-120 TMC വെള്ളം കൊണ്ടായിരിക്കും താഴേക്ക് പോകുന്നത്. 120 TMCയിലും 20 TMC പോട്ടെ, 100 TMC എടുക്കും. 100 TMC എന്ന് പറയുന്നത് എന്തെന്നാ? 100 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 100 അടി താഴ്ച. ഇത് നമ്മുടെ ബുദ്ധിയിലോ ഭാവനയിലോ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും വെള്ളമുണ്ട്. നമ്മൾ ഈ ഡാം പൊട്ടിയതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 36 ഡാം പൊട്ടി. മോർവി അണക്കെട്ട് പൊട്ടിയതിന്റെ ഭീകര ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. 10-20 മീറ്റർ അടി പൊക്കത്തിൽ ചെളിയായിരുന്നു റോഡിലൊക്കെ, വഴികളിലൊക്കെ. അത് ഇന്നത്തെ കാലത്തെ പോലെ JCB ഇല്ല, ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഈ ചെളി മാറ്റും. ചെളി മാറ്റുമ്പോൾ മൃതശരീരങ്ങൾ കാണും. ഈ മൃതശരീരങ്ങൾ ബുൾഡോസർ വെച്ച് എടുക്കില്ല, അത് മനുഷ്യൻ തന്നെ ചെന്ന് മെല്ലെ എടുക്കുക ചെയ്യുന്നു. അപ്പം ഈ ഫെവിക്കോളിൽ ഒരാൾ വീണ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ റോഡ് ഒന്ന് ഉപയോഗിക്കുന്ന കാറിൽ എങ്ങനെ ഒരാൾ വീണ എങ്ങനെ ഇരിക്കും? അത്ര പശയുള്ള ഒരു പേസ്റ്റാണ് ഈ ഡാം കൊണ്ടുവരുന്ന ഈ സിൽട്ട്. ആ ഭീകര ദൃശ്യങ്ങളൊക്കെ കേരളത്തിൽ ആവർത്തിക്കണോ? നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയണോ? ഈ ചർച്ച പോലും ഒരു വേസ്റ്റ് ആണ്, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇത് സംഭവിക്കാം. ഈ 50 ലക്ഷം, ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ വേണ്ട. നമ്മുടെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണട്ടെ, എല്ലാ വെള്ളവും അവർ കൊണ്ടുപോയിക്കോട്ടെ. ഈ മരണവേദനയിൽ പിടയുന്ന ഒരു മനുഷ്യന്റെ രോദനമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നമുക്ക് പിന്നെ ആശിക്കാനൊന്നുമില്ല. നമ്മുടെ സ്വത്തിനെ കുറിച്ച് ചിന്തിക്കാനോ ആശിക്കാൻ പറ്റൂല. തമിഴ്നാട് തരുന്ന റെമ്യൂണറേഷനെ കുറിച്ച് ഒട്ടും ചിന്തിക്കാൻ പറ്റൂല. അപ്പോ നമ്മുടെ വെള്ളം മുഴുവൻ അവരെടുത്തോട്ടെ. ആ വെള്ളം കൊണ്ട് 5 ജില്ലകള് ഇറിഗേഷൻ നടത്തിക്കോട്ടെ. 5 ജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഡബിൾ ഉണ്ട്. ഞാൻ തിരിച്ചുവരാം ശ്രീ എസ് എൽ ജോയ്. വളരെ വികാരനിർഭരമായി തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോഴുണ്ടാവുന്ന ആ ഒരു ദുരന്തത്തെക്കുറിച്ച് അങ്ങ് പങ്കുവച്ചത്. ശ്രീ ടി ദേവപ്രസാദ്, അങ്ങ് കേട്ട് കാണും ശ്രീ റിസൽ ജോയ് പങ്കുവച്ച ഈ വാക്കുകൾ. നമുക്കറിയാം, ഈ ഇടുക്കി ഡാം തകരുമ്പോഴുള്ള ഈ ഒരു വെള്ളം ഈ തൊടുപുഴ എത്തുന്നു, പിന്നെ എറണാകുളം ജില്ലയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ഈ കേന്ദ്ര സർക്കാരിൻ്റെ, ഭാരതത്തിൻ്റെ തന്നെ തന്ത്രപ്രധാനമായ പല സ്ഥാപനങ്ങളും കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വല്ലാർപ്പടം കണ്ടെയ്നർ ടെർമിനൽ, സദേൺ നേവൽ കമാൻഡ്, എണ്ണ ശുദ്ധീകരണശാല, അതോടൊപ്പം തന്നെ നമ്മുടെ ഷിപ്പ് ബിൽഡിംഗ് ആ ഒരു പ്രസ്ഥാനം, ഇതൊക്കെ ഭാരതത്തിൻ്റെ തന്നെ ഒരു സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഈ വെള്ളം അറബിക്കടലിൽ എത്തിക്കഴിയുമ്പോൾ ഈ കടൽ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള കേരള തീരത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് നമുക്കിപ്പോൾ ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കത്തില്ല. ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ രാജ്യത്തെ തന്നെ തുറിച്ചു നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുന്നത്? ശ്രീ ദേവപ്രസാദ്. 1980 സെൻട്രൽ വാട്ടർ കമ്മീഷൻ കേരളത്തിൽ മുല്ലപ്പെരിയാറിന് പകരം പുതിയ ഡാം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതുമുതൽ കേരളത്തിനുണ്ടായ വീഴ്ചകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത്. റിസൽ ജോയ് പറഞ്ഞതുപോലെ ഇനി നമുക്ക് ഒത്തിരി കാത്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണ്, നമ്മളൊരു ജനാധിപത്യമാണ്, ഭരണഘടന അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ച പോലെ സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഒരു നിഷേധാത്മകമായ അല്ലെങ്കിൽ നമ്മുടെ അംഗീകരിക്കാത്ത ഒരു സംഭവമാണ്. പക്ഷേ ഇത്തവണ സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം
അനുകൂലമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ തമിഴ്നാട് ഗവൺമെന്റും തമിഴ്നാട്ടിലെ ജനങ്ങളും അവരുടെ ഈ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഒരു ജനങ്ങളുടെ ജീവൻ, ഇപ്പൊ പ്രസൽ ജോയ് പറഞ്ഞാൽ വെള്ളം കൊടുക്കുന്നതിന് കേരള ഗവൺമെന്റ് എതിരില്ല. പക്ഷെ പഴയ കരാർ തന്നെ നിൽക്കും. പഴയ കരാറിൽ കൊടുക്കണതിൽ കൊടുത്തോട്ടെ. കേരളത്തിലൊരു ഡാം അടിയന്തര ആവശ്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടഭിപ്രായമില്ല. ഇപ്പം നിയമസഭയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊരു പക്ഷേ ജനങ്ങളുടെ ഭീതി മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞതായിരിക്കും. സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റിനകത്ത് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും 30 ലക്ഷം ജനങ്ങളുടെ പ്രശ്നമാണ്. അത് സുപ്രീം കോടതിക്കും അറിയാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും. വളരെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഒരു സംഭവം, ഈ ജയശങ്കർ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ദ്രവിഡിയൻ രാഷ്ട്രീയത്തില് കരുണാനിധിയും ജയലളിതയും തമ്മിലുണ്ടായിരുന്ന ഒരു സംഘർഷത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ചില നിലപാടുകൾ എടുക്കാൻ പറ്റിയല്ലായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് ഇപ്പം സ്റ്റാലിൻ, നമ്മൾ കാണുന്നത് പത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നതായിട്ടാണ്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം കൂടി റെക്ടിഫൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. 1970 നമ്മുടെ ഈ കരാർ എന്ന് പറഞ്ഞാല് ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കരാറ് ഇൻവാലിഡ് ആയിപ്പോയി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ. ആ കരാർ റെക്ടിഫൈ ചെയ്യാത്തത് അന്ന് കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി അച്യുതമേനോൻ ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടു എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. അതിനകത്ത് എന്തോ കള്ളക്കളികൾ ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയാ. പക്ഷെ പിന്നീട് ഈ ജയശങ്കർ പറഞ്ഞ ജലവിഭവ മന്ത്രിമാർ, ഇപ്പൊ റോഷിയാണ് ജലവിഭവ മന്ത്രി. എനിക്ക് തോന്നുന്നത് ഇന്റർ വാട്ടർ റിസോഴ്സസ് ഒന്നും റോഷിയുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ കയ്യിലായിരിക്കും. ഞാനത് പഠിച്ചില്ല. പക്ഷെ ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. പിണറായി വിജയൻ ഉണർന്ന് പ്രവർത്തിക്കും. അദ്ദേഹം തന്നെ 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ് മരണമുഖത്താണ് കേരളം. കേരളത്തിലെ ജനങ്ങൾ 30 ലക്ഷം ജനങ്ങളുടെ ഭാവി ഈ അപകടത്തിലാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ അപകടം മാറി, ഡാമിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ തമിഴ്നാട് സർക്കാർ കുറെ റീഇൻഫോഴ്സ്മെന്റ് നടത്തി ഒന്നും ശരിയല്ലെന്ന് കേരളത്തിന്റെ ഒരു പഠനം പഠിച്ചിട്ടുണ്ട്. ഒരു MK പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ജോയി പറഞ്ഞിടത്തോളം ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഇങ്ങനെയുള്ള പഠനം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഈ ഡാം ശക്തിപ്പെടുമെന്നൊന്നും പറയാൻ എനിക്ക് അറിവില്ല. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, 126 വർഷം കഴിഞ്ഞ ഒരു ഡാമിനെ നമുക്ക് ഇനി വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ ഡാം ഏതൊക്കെ പറഞ്ഞാൽ 30 ലക്ഷം ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു അണക്കെട്ട്. ആ അണക്കെട്ട് പുതുക്കി പണിയണം. അതിന് തമിഴ്നാട് പല രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ തമിഴ്നാട് അതിന് കൂട്ടു നിൽക്കണം. ഇല്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇപ്പം പിന്നെ ജോയി ചൂണ്ടിക്കാണിച്ചതുപോലെ എതിലൊക്കെയാണ് വെള്ളം വരുന്നത്. ഇടുക്കി പൊട്ടി, അല്ല ചെറുതോണി പൊട്ടി, അത് പിന്നെ തൊടുപുഴ വന്ന പാല, ഇങ്ങോട്ടൊക്കെയാണ് ഇത് വെള്ളം പോകാൻ പോകുന്നത്. നമുക്കറിയില്ല. വെള്ളത്തെ നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം ഈ ഭൂമി കുലുക്കത്തിന്റെ മാത്രമല്ല, ഇപ്പൊ ഈ 2021 ഋഷിഗംഗയിൽ ഉത്തരാഖണ്ഡിൽ ഒരു അണക്കെട്ട് പൊട്ടിയത് ഇതിന്റെ മഴ, ഈ മേഘം പാളി പറഞ്ഞുകൊണ്ടുള്ള മഴ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് 100 വർഷം കഴിഞ്ഞ 126 വർഷമായ ഒരു ഡാം നിലനിർത്തണം എന്ന് തമിഴ്നാട് ശടിക്കുന്നത് ഒട്ടും മാനുഷികമായി ഒരു ശരിയായ പ്രവൃത്തിയല്ല. നമ്മളെ സംബന്ധിച്ച് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞ കാലത്ത് വന്നിരിക്കുന്ന വീഴ്ച, അച്യുതമേനോൻ അടക്കമുള്ളവർക്ക് വന്നിരിക്കുന്ന ഈ വീഴ്ച ഇനി നമ്മൾ ആവർത്തിക്കരുത്. പിന്നെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ച് വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. പ്രേമേന്ദ്രൻ തോറ്റപ്പോ തമിഴ്നാട്ടിൽ അടക്കം പൊട്ടിച്ചവരാണ് അവര്. കാരണം പ്രേമേന്ദ്രൻ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് എടുത്തതായി നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു ബഹളം വരുമ്പോ എല്ലാം കേരളത്തിന്റെ കൂടെ നിൽക്കുന്ന പോലെ തോന്നും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറച്ച് ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുമാത്രം അതിനുകൊണ്ട് ഫലമുണ്ടായി എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രേമേന്ദ്രന്റെ കാലത്ത് എല്ലാ കാര്യത്തിലും പഠിക്കുകയും അതിനെക്കുറിച്ച് ഇന്നും പ്രേമേന്ദ്രൻ മുല്ലപ്പെരിയാർ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വന്നാൽ നമുക്ക് വളരെ ആധികാരികമായി സംസാരിക്കുന്നത് കേൾക്കാം. അതുപോലെ പഠിച്ചവരുണ്ടാവണം. തമിഴ്നാട് വളരെ പഠിച്ചിട്ടുണ്ട്. കേരളത്തെ എങ്ങനെ തോൽപ്പിക്കാമെന്നുള്ള നമ്മുടെ പഠനത്തിന്റെ കുറവ് കൊണ്ട് നമ്മളെ തോൽപ്പിക്കാമെന്നുള്ള വഴികൾ അവർക്ക് അറിയാമായിരിക്കും. വേറെ പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്കുള്ള സൂചനകൾ. ജയശങ്കർ പറഞ്ഞതുപോലെ പത്രക്കാരടക്കം ഉള്ളവരുടെ കഥകളൊക്കെ തിരുവനന്തപുരത്തൊക്കെ പാട്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ്. ശരിയാണോ എന്നൊന്നും എനിക്കും അറിയത്തില്ല. പക്ഷേ തമിഴ്നാട് എന്തും ചെയ്യും അതിനെ നേരിടാൻ. അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനും കേരളത്തിന്റെ സർക്കാരിന് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ കേരളം വലിയ ദുരന്തത്തിലേക്ക് പോകും. പക്ഷേ ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് പൊട്ടിയാലേ എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. 126 വർഷം കഴിഞ്ഞതല്ലേ, പിന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇരിക്കാൽ ഇപ്പൊ നാളെ പൊട്ടുമെന്ന് പറയാൻ എനിക്ക് എന്താ കാര്യം ഇരിക്കുന്നത്? പക്ഷെ സാധ്യതകളെല്ലാം, ന്യായങ്ങളെല്ലാം അതിൽ വിശ്വസിക്കാതിരിക്കാനുള്ളതാണ്. ഇത് നമ്മൾ വലിയൊരു
മുഖത്താണുള്ളത്. ആ അപകട ഞാൻ മുഖത്ത് സമയപരിമിതി പോലെ ഇടപെടുകയാണ്. വളരെ കൃത്യമായി തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. ശ്രീ ജയശങ്കർ, പലപ്പോഴും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ ഉയരുമ്പോൾ ഒരു തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ആ ചർച്ചകൾ അവസാനിക്കുന്നു. നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ മുല്ലപ്പെരിയാർ ചർച്ചയാകുന്നു, വെയിൽ വരുമ്പോൾ ആ ചർച്ച ശാന്തമാകുന്നു. പിന്നെ അതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്ന അടുത്ത കാലവർഷ സമയത്താണ് നമ്മൾ ആ ചർച്ച ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ഫോളോ അപ്പ് കൃത്യമായി ഉണ്ടാകേണ്ടതല്ലേ? ഒരു ശാശ്വതമായൊരു നടപടി, ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ, ഭീതി അകറ്റുവാൻ ശാശ്വതമായ കൃത്യമായ ഒരു ഫോളോ അപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ ശ്രീ ജയശങ്കർ? അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്യുകയാണോ വേണ്ടത്? അത് പുതിയ ഡാം തമിഴ്നാടുമായിട്ട് സഹകരിച്ച് പെട്ടെന്ന് പണിയുകയാണോ ചെയ്യുന്നത്? സുപ്രീം കോടതിയിലെ കേസ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ സമഗ്രമായൊരു നയം കേരള സർക്കാർ രൂപീകരിക്കും. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയമല്ല, നാളെ മറ്റന്നാളെ തീരാൻ പോകുന്ന കാര്യവുമാണ്. ഈ സംഭവത്തെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ട്. അത് വലിയ യാഥാർത്ഥ്യമാണ്. എനിക്ക് ആശങ്കയില്ലെന്ന് വെച്ചാലും ഒരുപക്ഷെ ആലുവക്കാർക്ക് ആശങ്കയില്ലെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും ജനങ്ങൾ വളരെ വ്യാകുലരാണ്. ഈ 2011 നടത്തുന്ന സമയത്ത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മീറ്റിംഗിൽ പോയി, മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള പ്രസംഗം. അവിടെ മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള ആളുകൾക്ക് യാതൊരു കൺസേണും ഇല്ല. അവരൊക്കെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആലോചിച്ച് ആകുലരായിട്ടിരിക്കും. എപ്പോഴും കാഞ്ഞിരപ്പള്ളിക്കാർക്ക് ഇത്രയും നമ്മളൊക്കെ ധരിച്ചിട്ടുള്ള ഈ മറ്റേ പത്മരാജന്റെ സിനിമ കണ്ട പിന്നെ കാഞ്ഞിരപ്പള്ളിക്കാരൊക്കെ വലിയ ധീരന്മാരാണെന്നാണ് ഞാൻ അതുവരെ ധരിച്ചത്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് കാഞ്ഞിരപ്പള്ളിക്കാരൊക്കെ മരണഭയമുള്ളവരാണ്. മുല്ലപ്പെരിയാറാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചിന്താ വിഷയം. തീർച്ചയായിട്ടും ഇത് പഠിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതായിട്ടുണ്ട്. കേരളം ഒരു ഭൂകമ്പ മേഖലയിലല്ല എന്നാണ് നമ്മൾ ധരിച്ചത്. അങ്ങനെയാണല്ലോ. കേരളത്തിൽ അങ്ങനെ ശക്തമായ ഭൂകമ്പം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പോലെ, അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളിൽ ആ പ്രദേശത്ത് ഉണ്ടാകുന്ന പോലെ കേരളത്തിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ്. റസൽ ജോയി പറഞ്ഞ മുമ്പ് തന്നെ പറഞ്ഞത് ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്. കാരണം ഈ അണക്കെട്ടുകൾ ധാരാളമായിട്ട് ഉണ്ടാകുമ്പോൾ ഈ ഭൂമിയുടെ അകത്തുള്ള ദുർബലമായ പാളികളിൽ കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി ഭൂകമ്പത്തിനുള്ള സാധ്യത ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. ഈ ഭൂമിയുടെ കനം കുറഞ്ഞ പാളികളായിരിക്കും, അതിൽ കൂടി വെള്ളം കാലാകാലങ്ങളായിട്ട് ഇറങ്ങി ഭൂകമ്പത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് ഭാഗ്യവശാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു കാര്യമാണ്. പിന്നെ ശക്തമായ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറല്ല, കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ അണക്കെട്ടുകളും പൊട്ടാം. തിരുവനന്തപുരം ജില്ലയിലാണ് ശക്തമായ ഭൂകമ്പം ഉണ്ടാകുന്നത്, നെയ്യാർ പൊട്ടില്ലേ. പാലക്കാട് ജില്ലയിലാണെങ്കിൽ മലമ്പുഴ പൊട്ടിക്കൂടെ, ബീച്ച് പൊട്ടിക്കൂടെ. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ കുളമാവ് പൊട്ടിക്കൂടെ. കുളമാവ് ഈ പറഞ്ഞ പോലെ കുളമാവ് വളരെ നിസ്സാരമായിട്ട് പൊട്ടാവുന്നുള്ളൂ. മുല്ലപ്പെരിയാറിനേക്കാളും ബലം ഒന്നാണ് കുളമാവ്. ഇത്രയും വലിയ ശക്തിയുള്ള വെള്ളമാണ് അവിടെ അലയടിച്ചുകൊണ്ട്. ഇതൊക്കെ സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് മുല്ലപ്പെരിയാർ തന്നെ പൊട്ടിക്കൊള്ളണം നിർബന്ധമില്ല. വലിയ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ റിക്ടർ സ്കെയിലിൽ 8 രേഖപ്പെടുത്തിയ ഈ ഭുജിൽ ഒക്കെ ഉണ്ടായ ഭൂകമ്പമുണ്ടല്ലോ, കച്ചിൽ 2001 ഉണ്ടായ ഭൂകമ്പം, അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷ കിട്ടുകയില്ല, യാതൊരു മയവും ഉണ്ടാവില്ല. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഈ ബിൽഡിംഗ് കോൺട്രാക്ടർമാർ പണിഞ്ഞ എത്ര ഫ്ലാറ്റ് കെട്ടിടങ്ങൾ ബാക്കി ഉണ്ടാവും എന്നറിയാം. കച്ചിൽ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിയ അഹമ്മദാബാദിലാണ്. കാരണം പുതിയതായിട്ട് പണിഞ്ഞ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. കാരണം അത്ര ദുർബലമായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷൻ. വലിയ വലിയ ഫ്ലാറ്റ് കെട്ടിടങ്ങൾ, ബഹുതല മന്ദിരങ്ങൾ ഇങ്ങനെ ബിസ്ക്കറ്റ് പൊടിയണ പോലെ പൊടിഞ്ഞ് താഴെ വീഴും. ഭൂകമ്പം ഉണ്ടായത് കച്ചിലാണ്, പക്ഷെ അതിന്റെ ആൾനാശം കൂടുതലുണ്ടായത് അഹമ്മദാബാദിലാണ് എന്ന് പറഞ്ഞ പോലെ സംഭവിക്കും. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നിടത്തുള്ള കാര്യങ്ങൾ നിൽക്കില്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായ പഠനം നടക്കണം. ഭൂകമ്പത്തെ കുറിച്ചൊക്കെ ജപ്പാൻകാർ ഒക്കെ നടത്തുന്ന പോലുള്ള പഠനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗിലൊക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതി നമ്മൾ പഠിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ആ രീതിയിലൊക്കെ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പാലരുവട്ടം പാലം പണിഞ്ഞ പോലെ പണിയാൻ പറ്റില്ലല്ലോ. ഇടുക്കി അടക്കല്ല, നമ്മുടെ മുല്ലപ്പെരിയാർ പൊളിച്ച് രണ്ടാമത് പണിയാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഈ PWD എഞ്ചിനീയർമാരെ അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധന്മാരെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കാരണം ആ കാലമൊക്കെ ഒരുപാട് പോയി, കാലം മാറി. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള മെക്കാനിസത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. ആ രീതിയിൽ ഒരു ഉൾക്കാഴ്ചയുള്ള ഭരണകൂടം ഇവിടെ ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് അറിയണം നാടിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയും, അതിന് പഴയ മാതൃകകളല്ല പുതിയ മാതൃകകൾ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും. അത് വളരെ പ്രസക്തമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട് കാലാകാലങ്ങളിൽ ഭരിക്കുന്നവർ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഈ സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവുള്ള ആളുകൾ വളരെ കുറവാണ്. പ്രേമേന്ദ്രനെ പോലെയുള്ള പ്രതിഭാസങ്ങൾ അപൂർവത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. പണ്ടെന്ന് വെച്ചാൽ ഗൗരിയമ്മയെ പോലെ അല്ലെങ്കിൽ PS ശ്രീനിവാസനെ പോലെ ബേബി ജോണിനെ പോലെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ നിർഭാഗ്യം അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല. പിന്നെ 5 കൊല്ലത്തിൽ കൂടുതൽ ഒരാളെ മന്ത്രിയായിട്ട് ഇരുത്തുകയില്ല എന്നൊരു നിലപാട് പാർട്ടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ മന്ത്രിമാരായിട്ട് വരുന്നവർ ഈ ഏതാണ്ട് ആദ്യത്തെ ഒരു 1-2 കൊല്ലം ഏറ്റുപേച്ചും ഇല്ലാത്ത രീതിയിലായിരിക്കും പെരുമാറുന്നത്. അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞ് ഇവർ മുൻ മന്ത്രിമാരായിട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഗൗരിയമ്മയ്ക്ക് ഗൗരിയമ്മയാണ് കഴിഞ്ഞത്
അല്ലെങ്കിൽ ബേബി ജോണാകാൻ കഴിഞ്ഞ് പല പല വകുപ്പുകളിലും പല സമയത്ത് ഇരുന്ന് ഫയൽ നോക്കി മറ്റു കാര്യങ്ങൾ പഠിച്ചുള്ള അറിവ് ആ ഒരു പ്രായോഗിക വിജ്ഞാനം കൊണ്ടാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് മന്ത്രിമാർക്ക് കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാങ്കേതികമായിട്ടും ഉള്ള ഒരുപാട് ഘടകങ്ങൾ കൂടിപ്പൊളിഞ്ഞു കിടക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ മാത്രം വിഷയമല്ല, കേരളത്തെ ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തെ ബാധിക്കും വലിയൊരു പ്രശ്നം തന്നെയാണ്. അവസാനത്തെ ചോദ്യം ശ്രീ റസൽ ജോയ്, ഈ ക്രിയാത്മകമായി ജനങ്ങളുടെ ഒരു ആശങ്ക അകറ്റാൻ അങ്ങ് പറഞ്ഞതുപോലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ക്രിയാത്മകമായി ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സത്വരമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്? ശ്രീ റസൽ ജോയ്. ഉടനെ ചർച്ച അവസാനിപ്പിക്കണം. ഈ മാധ്യമങ്ങളായിട്ടുള്ള ചർച്ച, നാട്ടുകാരായിട്ടുള്ള ചർച്ച, നിയമസഭയിലെ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. അതിനുള്ള സമയമില്ല. ഇനി എത്രയും അടിയന്തരമായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നവരാണല്ലോ. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയെ കേരള സെക്രട്ടേറിയറ്റിൽ വിളിച്ചു വരുത്തണം. മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യണം. നീ ഏതെങ്കിലും കാരണവശാൽ ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലെങ്കിൽ അങ്ങോട്ട് പോകണം, സെന്റ് ജോർജ് ഫോർട്ടിലേക്ക്. അവിടെ ചെന്ന് പറയണം, എല്ലാം എടുത്തോ, നിങ്ങൾ വെള്ളം എടുത്തോ, ആ വെള്ളം കൊണ്ട് നിങ്ങൾ 5 ഡിസ്ട്രിക്റ്റിൽ ഇറിഗേഷൻ നടത്തിക്കോ, അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചെറുകിട വ്യവസായങ്ങളും വൻകിട വ്യവസായങ്ങളും നടത്തിക്കോ, അധികൃതമായിട്ടും അനധികൃതമായിട്ടും കേരളത്തിലെ പല നദികളിൽ നിന്നും ഊറ്റിക്കൊണ്ടുപോകുന്ന വെള്ളവും നിങ്ങൾ എടുത്തോ. 1970 കരാറില് ഞങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്, അതും നിങ്ങൾ തന്നെ എടുത്തോ, നിങ്ങൾ തന്നെ മീൻ പിടിച്ചോ. നിങ്ങൾ അവിടെ ഈ വെള്ളം ഉപയോഗിച്ച് ഒരു വർഷം 1 കോടിയുടെ മീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതും നിങ്ങൾ തന്നെ എടുത്തോ. ഞങ്ങൾക്ക് ജീവൻ തരുമെന്ന് പറഞ്ഞുകൂടെ? ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നശിച്ചു. ഞങ്ങൾക്കിനി ജീവൻ മാത്രം മതി. അത്രമേലെ ഞങ്ങൾ അങ്ങ് അടിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ചർച്ചകളൊക്കെ, ഈ നാട്ടിലുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച് ബഹുമാനപ്പെട്ട സ്റ്റാലിൻ മുഖ്യമന്ത്രിയെ കണ്ട് എല്ലാം എടുത്തോട്ടെ, ഞങ്ങൾക്ക് ജീവൻ തരുമെന്ന് ആവശ്യപ്പെട്ടു കൂടെ? അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ സംഘടന സേവ് കേരള ബ്രിഗേഡും ആവശ്യപ്പെടുന്നത് അതാണ്, ജീവൻ തരൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്കില്ല. ഓക്കെ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം മലയാളിയെ തുറിച്ചു നോക്കുമ്പോൾ അതിനെ തടയിടുവാൻ രാഷ്ട്രീയ ലാഭങ്ങൾ മറന്ന്, സാമ്പത്തിക ലാഭങ്ങൾ മറന്ന് ഭരണകൂടം ഉണരണമെന്ന വ്യക്തമായ ആശയമാണ് ഈ ചർച്ച മുന്നോട്ട് വെച്ചത്. ഇനിയുള്ള ഓരോ നിമിഷത്തിനും മലയാളിയുടെ ജീവന്റെ വിലയുണ്ട്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ശ്രീ ജയശങ്കർ, അഡ്വക്കേറ്റ് റസൽ ജോയ്, ശ്രീ ടി ദേവപ്രസാദ്, 3 പേർക്കും നന്ദി.